പ്രണവാണെങ്കിലും നമ്മളെല്ലാവരും ഭയങ്കര അതിശയത്തോടു കൂടി നോക്കി കാണുന്ന ഒരു ആളാണല്ലോ. അപ്പം നമുക്കൊക്കെ അങ്ങോട്ട് പോയി മിണ്ടാനായിട്ട് ഒരു അയ്യോ എങ്ങനെയാ എന്നൊക്കെ ഒരു സംഭവമുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരിക, നമ്മുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുക. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അച്ചാറും മിഠായും ഈ കപ്പലണ്ടി മിഠായും മിക്സ്ചറൊക്കെ ഇങ്ങനെ ലൂസായിട്ട് മേടിച്ച് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. ശരിക്കും അപ്പൊ അപ്പുചേട്ടൻ വരും, എനിക്കും കൂടി കുറച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ എടുത്തു ആ ഒരു ഇതായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങോട്ട് ചെല്ലാനൊരു മടി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൂടെ ചേർന്ന് വരുന്ന ഒരു ആളാണ് പുള്ളി എന്നൊക്കെ എപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കിങ്ങനെ ഒരു ലാൽ സാറിന്റെ മോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ണോടെ ആയിരിക്കും നമ്മൾ കാണുക. പക്ഷെ അങ്ങനത്തെ ഒരു ഫീലേ പുള്ളി നമുക്ക് തരില്ല. നമ്മുടെ കൂടെ ഇങ്ങനെ നിന്ന് കമ്പനി അടിച്ച് ഷൂട്ടൊക്കെ കഴിയുമ്പോൾ അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയായിരുന്നു എല്ലാം. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എൻ്റെ തുടക്ക സമയങ്ങളിലുള്ള ചിത്രമാണ്. അതിൽ ആ ഒരു ഹസ്ബൻഡ് മരിച്ചു പോകുന്ന ഒരു സീനില് വിജയരാഘവൻ ചേട്ടന്റെ കൈയൊക്കെ പിടിച്ച് കരയുന്ന ഒരു സീനുണ്ട്. അത് അത്യാവശ്യം ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ടൈം എടുത്ത് ചെയ്തൊരു സീനാണ്. സീരിയസ് ആയിട്ട് ചിന്തിച്ച് ഡയറക്ടർ പറഞ്ഞു തന്ന് ഇതങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അദ്ദേഹത്തിന്റെ വിജയരാഘവൻ ചേട്ടനാണ് മന്ത്രിയായിട്ട് ചെയ്യണത്. സോ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ഞാൻ നിൽക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് ആ ടൈമിൽ രമാ മാം പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു വൈറലായ പിക്ചർ ആയിരുന്നു. അതെന്നെ റെഫറൻസ് ഒക്കെ കാണിച്ചിട്ട് ഇതിങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപക്ഷെ ഡയമണ്ട് നെക്ലേസിൽ മൊത്തം പേടിയായിരുന്നു. പക്ഷെ ലാൽ ജോസ് സാർ എന്നൊരു പില്ലർ എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു സീനിനെ പേടിയോടുകൂടി ചെയ്തത് ഒരു പക്ഷെ ആ സിനിമയാണ്. കാരണം ഒരു പിക്ചറൊക്കെ കാണിച്ചിട്ട് ഇതാണ് ആ ഇൻസിഡന്റ്, ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് പേപ്പർ ഇമേജ് ഒക്കെ എന്നെ കാണിച്ചിട്ട് ഞാൻ അതുപോലെ ഞാൻ നിൽക്കണല്ലേ ഓക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ച് ചെയ്തത് ലെഫ്റ്റ് ആണ്. അനുവിനെ ഏതെങ്കിലും സംവിധായകർ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? വഴക്കൊക്കെ എല്ലാവരുടെയൊക്കെ കയ്യിൽ നിന്ന് കിട്ടും. അത് ശരിക്കും ഡയറക്ടേഴ്സ് എന്താണോ അവരാഗ്രഹിക്കുന്നത് അത് അവർക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും അവർ പറയും. പക്ഷെ അത് ആ ഒരു അവർക്ക് കിട്ടേണ്ട സാധനം കിട്ടി കട്ട് പറയുന്ന സമയത്തേ ഉണ്ടാവുള്ളൂ. അത് അവര് പിന്നെ മറന്നു പോകും, അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനൊക്കെ നല്ലോണം പോകും. ഏറ്റവും ആരാന്ന് പറയണ്ട ഏറ്റവും മൂർച്ചയേറിയ ചീത്തവിളി എവിടെ? ചീത്തവിളികളൊന്നുമില്ല. പക്ഷെ എനിക്ക് പേടി റോഷൻ സാറിനെയാ. റോഷൻ ആൻഡ്രൂ സാറിനെ ഭയങ്കര പേടിയാ. പ്രതിപോകുമ്പോഴേ അയ്യോ ഞാനാണെങ്കിൽ എടുക്ക് ഡയലോഗ് മാറ്റും. ചില വാക്കുകളൊക്കെ എന്നുവെച്ചാൽ ഡയലോഗ് നമ്മൾ പഠിക്കും. പക്ഷെ ഞാൻ ഈ സ്ക്രിപ്റ്റിലെ കറക്റ്റ് വേർഡ് ടു വേർഡ് ആയിരിക്കില്ല പറയുക. അർത്ഥമൊക്കെ സെയിം ആയിരിക്കും. ചിലപ്പം ഏതെങ്കിലും അതെന്നോ പോലെന്നോ ഞാൻ നോക്കുള്ളതൊക്കെ ഇങ്ങോട്ട് മാറ്റും. റോഷൻ സാർ പറയും നീ അതിനകത്ത് മാറ്റാനൊന്നും നിക്കണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ ഓക്കെ ഇത് പറയുമ്പോഴേ പകുതി ജീവൻ പോയിട്ടുണ്ടാവും. പിന്നെ സാറ് കയ്യിൽ മൈക്കുണ്ടോ എന്ന് നോക്കില്ല. ആൾക്കാരൊക്കെ ഭയങ്കര സംഭവമായിട്ട് അനുശ്രീ അഭിനയിക്കുന്നു, മഞ്ജു ചേച്ചി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോ അനു എന്താ ഈ ചെയ്യണേന്ന് പറയുമ്പോ നമ്മളിങ്ങനെ സാർ എല്ലാവരും അപമാനിക്കരുത് സാർ ഭയങ്കര സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ രാവിലെ ചെല്ലുമ്പോഴേ എന്റെ ഈശ്വര തെറ്റല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുള്ളത് എപ്പോഴും റോഷൻ സാറിന്റെ അടുത്താ. പക്ഷെ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാർ അതേപോലെ ഇരുന്ന് തമാശ പറയുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ സാറ് മറന്നുപോയോ എന്ന് വിചാരിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ സാറിന്റെ അടുത്താണ്.